ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹീതരായരെ, രാഷ്ട്രീയ കേരളം, രാഷ്ട്രീയ ഭാരതം തന്നെ ഇന്ന് വലിയ ആവേശത്തോടും പ്രതീക്ഷയോടും കൂടി പുതിയ ഭരണകൂടം ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുവാനും തക്കോണം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ ഒരു ദിവസമാണ് ഇന്ന് എന്ന് നമുക്കറിയാം. ആ ആവേശത്തിൽ പലവിധമായ നഷ്ടങ്ങളും പ്രത്യാശകളും സന്തോഷങ്ങളും സമ്മിശ്രമായ ഒരനുഭവം ഇന്ന് സമൂഹത്തിൽ ഉണ്ട്. ആ സമൂഹത്തിൻ്റെ അംഗങ്ങളായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഏവർക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആഗ്രഹങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ അത് നിരാശയുടെ അനുഭവത്തിലേക്ക് നയിക്കുകയും നിരാശയിലൂടെ മറ്റ് പ്രവർത്തന വൈകല്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുന്നതായ സ്ഥിതികൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചും കാണുവാനായിട്ട് സാധിക്കുന്നതായ ഒന്ന് രണ്ട് വാർത്തകൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാർത്ഥി ആത്മഹത്യകളുടെ നിരക്കുകൾ വർദ്ധിക്കുന്നു. അതേക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല എന്ന് തന്നെ നിങ്ങൾക്കറിയാം. കാരണം പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാതെയോ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ അത് ആത്മഹത്യയിലേക്ക് മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ എടുത്തു ചാടുന്നതായ ഒരു അനുഭവമായിട്ട് തീരുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ തലത്തിൽ മാത്രമല്ല, സമൂഹത്തിലെ വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്നവരായ ആളുകളുടെ ഇടയിലേക്കും ഈ ഒരു ദുർവ്യാധി വളരെ സ്പഷ്ടമായി വളരെ ശക്തിയോടെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ എവിടെയാണ് ലോക ജനതയ്ക്ക് തെറ്റുപറ്റുന്നത്, അതിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ ജനതയ്ക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായ സംഗതിയാണ്. വളരെ പ്രസക്തമായ ഒരു വേദഭാഗം ഈ തലവുമായി ബന്ധപ്പെട്ട് അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വാക്യം: നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവീൻ എന്നുള്ള വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ഒന്നുകൂടി ഞാൻ വായിക്കാം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. പ്രിയമുള്ളവരെ, മഹത്വ പ്രത്യാശയോടെ യെശയ്യാ പ്രവാചകനിലൂടെ യഹോവയാം ദൈവം നൽകുന്നതായ ഒരു വാഗ്ദാനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടതായ വേദഭാഗം. പ്രവാസകാലത്ത് ജീവിക്കുന്നവരായ ഇസ്രായേൽ ജനങ്ങൾ അവരുടെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും സാധിക്കാത്തതായ അവസരങ്ങളിലും നിരാശയുടേതായ അനുഭവങ്ങളിലൂടെ കൂടുതൽ പോകുന്നതായ സാഹചര്യങ്ങളിൽ അവർക്ക് രക്ഷകരായിട്ട് വിവിധ തരത്തിലുള്ളതായ ആളുകളെ യഹോവയാം ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അതിൽ പ്രവാചകന്മാരുടെ തലത്തിൽ നിന്നുകൊണ്ട് യെശയ്യാ പ്രവാചകൻ യഹോവയുടെ അരുളപ്പാടിനെ ഇസ്രായേൽ ജനത്തിന് നൽകുന്നതായ ഭാഗമാണ്. തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രയാസപ്പെടുന്നതായ ഒരു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നതായ ഈ വേദഭാഗം, യഹോവയുടെ ഈ വാക്കുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രസക്തമായ ഒന്നാണ് എന്നുള്ള കാര്യം പ്രത്യേകം ചിന്തനീയമായ സംഗതിയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഈ വേദഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് അതിലൂടെ ലഭിക്കാവുന്നതായ സന്ദേശങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും ഇതിന് കൂടുതൽ അർത്ഥമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും അവസ്ഥകളിലൂടെ പോകുമ്പോൾ നിരാശയുടെ അനുഭവത്തിലൂടെ മുങ്ങിത്താഴുന്നതായ ഒരു സ്ഥിതിവിശേഷം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വാക്കുകൾ, യഹോവയുടെ ഈ വചനങ്ങൾ എപ്പോഴും നമ്മുടെ നാവുകളിൽ മുഴങ്ങി കേൾക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നതായ ഒരവസ്ഥയിലേക്ക് ഉയരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ ദൈവിക കൃപയുടെ ആവാസ കേന്ദ്രങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതായ കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നുവെന്ന്
പിന്നിൽ നിന്ന് കേൾക്കുന്നതായ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, യഹോവയാം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്കനുസൃതമായി ജീവിക്കുന്നതായ വ്യക്തികൾ നിശ്ചയമായും ഈ വഴികളിലൂടെ നടക്കുന്നവരായിരുന്നു. അവർ ഈ ശബ്ദം കേട്ടിട്ടുള്ളവരായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. ഇന്ന് നാം ഏവരും കടന്നു വന്നിരിക്കുന്നത് ഒരു വലിയ പരിശുദ്ധന്റെ മധ്യസ്ഥത തിങ്ങുന്നതായ കബറിടം സ്ഥിതി ചെയ്യുന്നതായ ദേവാലയത്തിന്റെ ഉൾമുറിയിലാണ്. നമുക്കറിയാം, പരിശുദ്ധനായ പരിമല തിരുമേനി തൻ്റെ ജീവിതകാലത്ത് ദൈവിക ശബ്ദം കേൾക്കുകയും തൻ്റെ ജീവിതകാലത്ത് ദൈവിക വഴികളിലൂടെ നടക്കുകയും ചെയ്തിട്ടുള്ളതായ ഈ പിതാവിൻ്റെ പാദസ്പർശമേറ്റതായ ഈ പുണ്യഭൂമിയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ദൈവിക ശബ്ദത്തിൻ്റെ അനുസൃതമായിട്ട് നമ്മുടെ കാതുകളെ അതിനു വേണ്ടി ഒരുക്കുന്നതായ ഒരു അനുഭവമായിട്ട് തീരുന്നില്ലെങ്കിൽ നിശ്ചയമായും നമ്മുടെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും അർത്ഥശൂന്യമായ അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. പ്രിയമുള്ളവരെ, ഈ വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വളരെ ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായ വസ്തുത എന്നുള്ളത് ഈ ജീവിത യാത്രയിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്നതായ വഴിയെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്നതായ വഴികളെക്കുറിച്ച് ബോധ്യമുള്ളവരായ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുക്കുന്നതായ ഒരനുഭവമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത്. നമ്മൾ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ഭവനങ്ങളിലെ പ്രാർത്ഥനകളൊക്കെയും നമ്മൾ വളരെ ഭംഗിയായി പാടുന്നതായ ഒരു ഗീതമുണ്ട്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. വളരെ മനോഹരമായിട്ട് നമ്മൾ പാടും. ഞാൻ എൻ്റെ ജീവിത അവസാനം വരെയും ക്രൂശിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എൻ്റെ ജീവിത യാത്രകൾ തുടരും. എൻ്റെ ജീവിതം ദൈവത്തിനായിട്ട് ഞാൻ സമർപ്പിക്കും. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടുന്നതായ വഴികളെ കുറിച്ചുള്ളതായ ഒരു ബോധ്യം നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുക. ഏതാണ് നാം തിരഞ്ഞെടുക്കേണ്ടുന്നതായ വഴി? ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു വഴിയിലൂടെ പോകുന്നവർക്ക് മാത്രമേ ഈ ഒരു ശബ്ദത്തിന്, ദൈവിക ശബ്ദങ്ങളുടെ അനുഭവത്തിലേക്ക് വളരുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. പരിശുദ്ധനായ പരിമല തിരുമേനി, നമ്മുടെ മറ്റു പരിശുദ്ധന്മാരൊക്കെയും ഈ ശബ്ദത്തെ കേൾക്കുവാനായിട്ട് അവർക്ക് സാധിച്ചുവെങ്കിൽ അവർ നിശ്ചയമായും ദൈവിക വഴികളിലൂടെ നടക്കുവാനും ചിന്തിക്കുവാനും പോകുവാനും ആഗ്രഹിച്ചിരുന്നവരായ വ്യക്തികളായിരുന്നു. ഈ ലോകത്തിന്റെ തടസ്സങ്ങളോ ഈ ലോകത്തിന്റെ പ്രതിബന്ധങ്ങളോ ഒന്നും തന്നെ അവരെ അതിൽ നിന്നും വിലക്കുവാനായിട്ട് ഇടയായി തീർന്നില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കേട്ടതായ വേദഭാഗത്തിന്റെ മുമ്പുള്ളതായ വേദഭാഗ്യം, അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രവും ജീവിതത്തിന്റെ അനുഭവങ്ങളായി തീർന്നു കഴിഞ്ഞാലും നാം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഉറപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പ്രവാചകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയുള്ളതായ സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് ദൈവിക ശബ്ദത്തിന്റെ അനുഭവത്തിലേക്ക് വളരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുന്നത്. നമ്മുടെ വഴികൾ ഏത് പാതയിലൂടെയാണ് പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുക. ഏത് സാഹചര്യത്തിന്റെ അനുഭവത്തിലൂടെയാണ് ഞാനും നിങ്ങളും വഴികളെ തിരിച്ചുവിടുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ +2-ന്റെ റിസൾട്ടൊക്കെയും വന്നിട്ട് വിദ്യാർത്ഥികളൊക്കെയും പലരും ആശങ്കയിലായിരിക്കുന്നതായ ഒരു സാഹചര്യമാണ് നമുക്കറിയാം. ഇനിയും ഏത് കോഴ്സിനാണ് ചേരേണ്ടത്? പണ്ട് കാലങ്ങളിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ആശങ്കകൾ ആരംഭിക്കുമെങ്കിൽ ഇന്ന് 10ാം ക്ലാസ്സിലെ റിസൾട്ടിന് +2-ന്റെ റിസൾട്ട് അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടി മാത്രമുള്ളതായ ഒരു മാധ്യമമായിട്ട് തീർന്നിട്ടുണ്ട് ഇന്നത്തെ ചുറ്റുപാടുകൾ. എന്നാൽ +2 കഴിയുമ്പോഴാണ് വിദ്യാർത്ഥികൾക്കും അതിനേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് മാതാപിതാക്കന്മാർക്കും ആശങ്കയുള്ളത്, ഇനി ഏത് കോഴ്സിനാണ് എൻ്റെ മക്കളെ ചേർക്കേണ്ടത്? വളരെ ആശങ്കയാണ്. അതിനുവേണ്ടി വിവിധ കരിയർ ഗൈഡൻസിനുകൾക്കൊക്കെയും കുട്ടികളെ വിടുവാനും അതുപോലെ തിരക്കുവാനും മാതാപിതാക്കന്മാർ പ്രത്യേകിച്ചും വെമ്പൽ കൊള്ളുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റാടുമുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക, നാം തിരഞ്ഞെടുക്കേണ്ടുന്ന വഴികൾ ഭൗതികമായ വഴികളുടെ അനുഭവത്തിലൂടെ എല്ലാ കാര്യങ്ങളും
എല്ലാ മർമ്മങ്ങളും നമ്മൾ തിരിച്ചറിയുവാനായിട്ട് ശ്രദ്ധിക്കും. എന്നാൽ നാം തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അത് എപ്രകാരം വിശുദ്ധമായ വഴിയാണ്, ഏത് വഴിയിലൂടെ പോയാലാണ് ദൈവിക സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നതായ ഒരു സാഹചര്യം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മുമ്പാകെ തുറക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നതായ ഒരവസ്ഥയാണ് നമുക്ക് മുമ്പാകെ ഉള്ളത്. പ്രിയമുള്ളവരെ, പണ്ട് ഒരു സന്തുഷ്ടമായ കുടുംബത്തിൽ മാതാവും പിതാവും 2 മക്കളും അടങ്ങുന്നതായ സന്തുഷ്ടമായ ഒരു കുടുംബം, അവിടേക്ക് ഒരു കത്തോലിക്ക പുരോഹിതൻ കടന്നു ചെന്നു. പുരോഹിതന് വളരെയധികം പരിചയമുള്ളതായ ഒരു ഭവനമാണ്. ഈ ഭവനത്തിൽ നിന്നുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഉപചാരങ്ങളൊക്കെയും സ്വീകരിച്ച് അന്നേ ദിവസം ആ പുരോഹിതൻ ആ ഭവനത്തിൽ കഴിയുകയാണ്. വളരെ സ്നേഹബന്ധമുള്ളതായ ഭവനമായതുകൊണ്ട് ആവശ്യമായ എല്ലാവിധമായ സുഖസൗകര്യങ്ങളും നൽകിക്കൊണ്ട് പുരോഹിതനെ സ്വീകരിക്കുവാൻ ആ ഭവനം വളരെയധികം താല്പര്യം കാണിച്ചു. അവസാനം വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെയും വിളമ്പി വെച്ചിട്ട് മാതാവ് പിതാവും കൂടി ചെന്ന് ഈ പുരോഹിതനെ ഭക്ഷണത്തിന് വിളിച്ചു. അച്ഛാ, ഭക്ഷണമൊക്കെയും തയ്യാറായിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛൻ വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഉടനെ ഈ പുരോഹിതൻ ചോദിച്ചു, നമ്മൾ ഇതുവരെയായിട്ടും പ്രാർത്ഥിച്ചില്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ഉടനെ ഈ മാതാപിതാക്കന്മാർ നൽകിയ മറുപടി, അച്ഛാ, ഇവിടെ ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കൊരു സമയമൊന്നുമില്ല. കാരണം ഞങ്ങൾ 2 പേരും ഉദ്യോഗസ്ഥരാണ്. ഞങ്ങളുടെ ഉദ്യോഗമൊക്കെയും കഴിഞ്ഞ് വൈകിട്ട് ഭവനങ്ങളിലേക്ക് വരുമ്പോൾ ആകെ ക്ഷീണിതരാണ്. പിന്നെ ഭവനത്തിലെ ജോലികളൊക്കെയും കഴിഞ്ഞിട്ട് ഞങ്ങളുടേതായ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ ചില ജോലികളൊക്കെയും ബാക്കി നിൽക്കാം, അതിനുവേണ്ടി പോകാം. അല്പം വിശ്രമത്തിനായിട്ട്, റിലാക്സേഷനായിട്ട് TV ഒക്കെ ഓൺ ചെയ്ത്, ഇപ്പോൾ പിന്നെ ആവശ്യത്തിന് കാര്യങ്ങളുണ്ടല്ലോ ടി വിയിൽ, സീരിയലുകളും മറ്റ് വിനോദപരമായ കാര്യങ്ങളൊക്കെയും ഞങ്ങൾ കാണും. മക്കളാണെങ്കിലും ഒരാൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ഒരാൾ BDSന് പഠിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ധാരാളം പഠിക്കുവാനായിട്ടുണ്ട്. അവരുടെ പഠനങ്ങളിൽ വ്യാപൃതരായിട്ട് അവർ കഴിയുന്നു. എല്ലാവരും അവരവരുടെ സമയത്തിനനുസരിച്ച് പ്രാർത്ഥിച്ച് കഴിച്ച് കിടക്കുന്നതായ ഒരു രീതിയാണ് ഇവിടെയുള്ളത്. വളരെ ആശ്ചര്യത്തോടെ ആ പുരോഹിതൻ ഇത് ശ്രവിച്ചു. അതിനുശേഷം പറഞ്ഞു, എന്നാൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പുരോഹിതൻ സ്വന്തമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തനിക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതായ മുറിയിലേക്ക് പോയി. അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെയും കഴിഞ്ഞ് ഭക്ഷണമൊക്കെയും കഴിഞ്ഞ് സുഖമായി കിടന്നുറങ്ങി. പിറ്റേന്ന് ദിവസം രാവിലെ യാത്രയൊക്കെയും ചോദിച്ചുകൊണ്ട് പുരോഹിതൻ ആ ഭവനത്തിൽ നിന്നിറങ്ങി. വളരെ സന്തോഷം, പുരോഹിതനും സന്തോഷം, ഭവനക്കാർക്ക് അതിനേക്കാളും സന്തോഷം. പക്ഷേ കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ഈ പുരോഹിതൻ താമസിച്ചിരുന്നതായ പള്ളിമേടയിലേക്ക് അദ്ദേഹം വെളിയിലേക്ക് റോഡിലേക്ക് നോക്കിയിരിക്കുമ്പോൾ 2 രൂപങ്ങൾ, 2 മനുഷ്യകോലങ്ങൾ ഈ പുരോഹിതന്റെ പള്ളിമേടയെ ലക്ഷ്യമാക്കി കടന്നു വരുന്നു. ദൂരെ നിന്ന് നോക്കിയിട്ട് ആളെ തിരിച്ചറിഞ്ഞില്ല. പുരോഹിതൻ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് പരിചിതമായ 2 മനുഷ്യരൂപങ്ങളാണ് തനിക്ക് മുമ്പാകെ നിൽക്കുന്നത്. പണ്ട് വളരെ ഉപചാരത്തോടുകൂടി തന്നെ സ്വീകരിക്കുകയും തനിക്ക് ആവശ്യമായൊക്കെ നൽകുകയും ചെയ്തതായ ആ ഭവനക്കാർ, മാതാവും പിതാവും, വളരെ ക്ഷീണിതരായിട്ട് മനോദുഃഖത്തോടുകൂടി ഈ പുരോഹിതന്റെ മുമ്പാകെ നിൽക്കുകയാണ്. എന്നിട്ട് അവർ വളരെ വ്യസനത്തോടെ സങ്കടത്തോടെ പറയുന്നു, അവരാദ്യം പറഞ്ഞതായ വാക്ക്, അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പണ്ടൊരു കാലത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ സമയമൊന്നുമില്ല, ഞങ്ങളുടെ സൗകര്യം പോലെ പ്രാർത്ഥിക്കുന്നതായ ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ ഇന്ന് അവർ വന്നിട്ട് പറയുന്നു, അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് കാര്യം തിരക്കിയപ്പോഴാണ് പറയുന്നത്, ഞങ്ങളുടെ 2 മക്കളും ഞങ്ങളെ കൈവിട്ടുപോയി. മകനാണെങ്കിൽ മദ്യമയക്കുമരുന്നുകൾക്കൊക്കെയും അടിമയായിട്ട് അവരുടെ ജീവിതത്തെ നശിപ്പിച്ചിരിക്കുന്നു. മകളാണെങ്കിൽ ഒരു മതസ്ഥനുമായിട്ട് അവളുടെ ജീവിതം വേറെ തലത്തിലേക്ക് അവൾ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ മനം നൊന്ത് പിതാവിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആകെപ്പാടെ അന്ധകാരം നിറഞ്ഞിരിക്കുന്നതായ ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഇതിന്ന് ഒരു ഭവനത്തിൻ്റെ ചിത്രീകരണമായിട്ട് നാം കേട്ടുവെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പല ഭവനങ്ങളിലും കാണപ്പെടുന്നതായ ഒരു സംഗതിയാണ് എന്നത് വളരെ ദുഃഖത്തോടുകൂടി നാം ഓർക്കേണ്ടതായ ഒരു സംഗതിയാണ്. ഇവിടെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടുന്നതായ വഴികളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം, ബോധ്യമുണ്ടായിരിക്കണം എന്നുള്ള കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പഴമക്കാരായ ആളുകൾ പറയും, കുഞ്ഞുങ്ങളെ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തണമെന്ന്. കുഞ്ഞുങ്ങൾക്ക് ഭൗതികമായ എല്ലാവിധമായ സുഖ സൗകര്യങ്ങളും നൽകണം. എന്നാൽ അതോടൊപ്പം തന്നെ നൽകേണ്ടതായ ഉപദേശങ്ങളും നൽകേണ്ടതായ ക്രമീകരണങ്ങളും ഒക്കെയും നടത്തി അവരെ പരിശീലിപ്പിച്ചെങ്കിൽ മാത്രമേ
ദൈവികമായ അനുഭവത്തിലൂടെ ദൈവിക വഴികളേതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും തക്കോണം, അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും ആ വഴികളിലൂടെ നടക്കുവാനും തക്കോണം അവർക്ക് സാധ്യമായി തീരുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ വഴികളെ തിരിച്ചറിയുമ്പോഴാണ് പിന്നിൽ നിന്നുള്ളതായ ശബ്ദത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവിക വഴികളിലൂടെ നടക്കുമ്പോൾ നിശ്ചയമായും നമ്മളെ നടത്തുന്നവനായ ഒരു പിതാവ്, ഒരു ദൈവം തമ്പുരാൻ നമുക്കുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം വളരെ ഭംഗിയായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് നാം വളരെ മോടിയായി ഈ ലോകത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കരുതുന്നവനായ ഒരു ദൈവം തമ്പുരാൻ മാറാത്തവനായി ഇന്ന് നമുക്ക് മുമ്പാകെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദൈവികമായ വഴിയിലൂടെ നടന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ ക്രമീകൃതമായ അനുഭവത്തിലൂടെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് പരിചിതമായ ഒരു കഥ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഒരു മനുഷ്യൻ, ഒരു ബാലൻ, ഒരു കുഞ്ഞ്, അവൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ബസ് വളരെ ഇടുക്കവും ഞെരുക്കവുമുള്ളതായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ സന്തോഷവാനായിട്ട് ഈ കുഞ്ഞ് ഈ ബസ്സിനകത്ത് ഓടിച്ചാടി നടക്കുകയാണ്. കൂടിയിരുന്നവരൊക്കെ അവനെ വിലക്കിയപ്പോൾ അവൻ പറഞ്ഞത്, എനിക്കിതിൽ ഭയമില്ല, കാരണം എൻ്റെ പിതാവാണ് ഈ ബസ്സിന്റെ ഡ്രൈവർ. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതമാകുന്നതായ ബസ്സിന്റെ ഡ്രൈവറായിട്ട് നമുക്ക് മുമ്പായി ഉള്ളപ്പോൾ മറ്റേ ഈ ലോകത്തിൻ്റെതായ അന്ധകാരങ്ങളെ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതായ കാര്യം നമുക്കില്ല. പക്ഷേ നാം ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ്? നമ്മുടെ വഴികളെ ദൈവത്തിന് അനുസൃതമായിട്ട് ദൈവം പറയുന്നതായ സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നതായ ഒരു അവസ്ഥയാണ് നാം സൃഷ്ടിച്ചെടുക്കേണ്ടത്. അങ്ങനെ ജീവിതം ദൈവിക സന്നിധിയിലൂടെ സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ ദൈവിക ശബ്ദങ്ങളെ കേൾക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശു തമ്പുരാന്റെ ജീവിതവുമായി, പ്രത്യേകിച്ചും പരസ്യ ശുശ്രൂഷ വേളയിലെ അവസാന സമയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായ 2 പ്രധാനമായ വ്യക്തിത്വങ്ങളാണ്, സ്ലീഹന്മാരാണ്, പരിശുദ്ധനായ പത്രോസ് സ്ലീഹായും അതുപോലെ തന്നെ കാണിച്ചു കൊടുത്തവനായ ഇസ്കറിയാത്ത യൂദായും. ഈ 2 ശിഷ്യന്മാരും ഒരേ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് അതിൻ്റെ ഒരർത്ഥത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒരു ശിഷ്യൻ കർത്താവിനെ യഹൂദന്മാർക്ക് ഒറ്റിക്കൊടുത്തുവെങ്കിൽ ഒരു ശിഷ്യൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ പിന്നീടുള്ളതായ അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ 2 ശിഷ്യന്മാരും ചെയ്തത് ഒരർത്ഥത്തിൽ ഒരേ തരത്തിലുള്ളതായ പാപത്തിൻ്റെതായ അവസ്ഥയാണെങ്കിൽ അവർ തെരഞ്ഞെടുത്തതായ വഴി വ്യത്യസ്തമായിരുന്നു. ഒരു സ്ലീഹ അനേകരെ ദൈവസന്നിധിയിലേക്ക്, യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് മാടി വിളിക്കുവാൻ പര്യാപ്തമായെങ്കിൽ ഒരു സ്ലീഹ അതോടെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതായ ഒരവസ്ഥയിലേക്ക് അവൻ മാറിക്കഴിഞ്ഞു. എടുക്കപ്പെട്ടതായ വഴികളുടെ വ്യത്യസ്തത. പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യം ഇന്ന് നമുക്ക് മുമ്പാകെ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഈ വഴികൾ നാശത്തിന്റെ വഴിയും ജീവന്റെ വഴിയും, നമ്മൾ പാട്ടിലൊക്കെയും പാടുന്നത് പോലെ നാശത്തിന്റെ വഴിയും ജീവന്റെ വഴിയും ഇന്ന് നമുക്ക് മുമ്പാകെയുണ്ട്. ഈ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ നാം തിരഞ്ഞെടുക്കേണ്ടുന്നതായ വഴി ഏതാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നതായ സ്വാതന്ത്ര്യം നാം ഉപയോഗിക്കേണ്ടത്. എല്ലാ മനുഷ്യർക്കും ദൈവം തമ്പുരാൻ ഒരു ഫ്രീ വില്ല് നൽകിയിട്ടുണ്ട്, ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ഒരു വിലക്ക് മനുഷ്യജാതിക്ക് നൽകി, നിങ്ങൾക്ക് ഇവിടെയുള്ള സകലതിൻ്റെയും ഫലം ഭക്ഷിക്കാം, പക്ഷേ നിങ്ങൾ ഒന്ന് മാത്രം ഭക്ഷിക്കരുത്, നടുക്കി നിൽക്കുന്നതായ വൃക്ഷത്തിന്റെ ഫലം. ഒരു വിലക്ക് അവിടെ ഏർപ്പെടുത്തിയെങ്കിലും അവിടെ ആദമും ഹവ്വയും ദൈവത്തിന്റെ വിലക്കിൽ നിന്നും മറികടന്നുകൊണ്ട് ആ ദൈവം കൽപ്പിച്ചതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ട്? ദൈവം തമ്പുരാന് അവരെ അതിൽ നിന്ന് വിലക്കിക്കൂടായിരുന്നു. ദൈവം തമ്പുരാൻ അവരെ ആ പഴം പറിക്കുവാനായി പോയപ്പോഴും ഹവ്വ ആദമിന് കൊടുത്തപ്പോഴും ഒരിക്കലും അവരെ വിലക്കിയില്ല. അവർ ആ പഴമൊക്കെയും ഭക്ഷിച്ച് തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞതായ സാഹചര്യത്തിലാണ് ദൈവം തമ്പുരാൻ ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വന്ന് ആദമേ ആദമേ നീ എവിടെയെന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ദൈവത്തിന് ഒരല്പം കൂടി നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കാമായിരുന്നില്ലേ? പ്രിയമുള്ളവരെ, ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്.
മനുഷ്യനെ പാപം ചെയ്യുവാനും ചെയ്യാതിരിക്കാനുമുള്ളതായ ഒരു സ്വാതന്ത്ര്യം ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. നാം തിരഞ്ഞെടുക്കേണ്ടുന്നതായ വഴി, ഈ വഴിയാണ് പലപ്പോഴും നാം അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നാം തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവികമാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റായ മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഒരു നോവൽ വേരുകൾ, ഈ വേരുകൾ എന്നുള്ളതായ നോവലില് ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തൻ്റെ വളരെ പ്രതികൂലതകളിലൂടെയൊക്കെയും ജീവിത സാഹചര്യങ്ങളൊക്കെയും അതിജീവിച്ച് ഗവൺമെന്റിലെ ഉന്നതമായ സ്ഥാനത്തൊക്കെയും എത്തി, ഉന്നതമായ സ്ഥാനത്തൊക്കെയും പ്രവേശിച്ച് നല്ല ജോലിയൊക്കെയും ലഭിച്ച് ജോലിയുടെ ഭാഗമായി അവന് സിറ്റിയിൽ തന്നെ താമസമൊക്കെയും ആക്കി. അപ്പോഴും അവൻ്റെ കുടുംബങ്ങളൊക്കെയും ഗ്രാമപ്രദേശത്ത് താമസിക്കുകയും അവർക്ക് വേണ്ടത്രയായ സുഖ സൗകര്യങ്ങൾ വളരെയായി എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെയാണ് അവൻ ഒരിക്കൽ തൻ്റെ ഗ്രാമപ്രദേശത്തുള്ളതായ ഭവനവും തൻ്റെ വീതവും വസ്തുക്കളൊക്കെയും വിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അവിടെ കടന്നു വരുമ്പോൾ പ്രത്യേകിച്ചും തൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ടുകൊണ്ട്, ഭാര്യയുടെ ഭവനക്കാരുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഈ മനുഷ്യൻ തൻ്റെ വസ്തുക്കളൊക്കെയും തൻ്റെ പൂർവിക സ്വത്തുകളൊക്കെയും വിൽക്കുവാനായിട്ട് കടന്നു വരുന്നത്. എന്നാൽ അവിടെ കടന്നു വന്ന് വിവിധ തരത്തിലുള്ളതായ വാദപ്രതിവാദങ്ങൾ തൻ്റെ സഹോദരങ്ങളുമായിട്ടുണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാനം അവന് തൻ്റെ മുത്തശ്ശൻ ഉപയോഗിച്ചിരുന്നതായ ഒരു ഊന്നുവടി ലഭിക്കുന്നു. ഈ ഊന്നുവടി കണ്ടപ്പോഴാണ് തൻ്റെ പൗരാണികതയെക്കുറിച്ച്, തൻ്റെ പൂർവികതയെക്കുറിച്ചുള്ളതായ ബോധ്യം ഈ മനുഷ്യന് ഉണ്ടാകുന്നത്, ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അതോടുകൂടി അവൻ സിറ്റിയിൽ പണിയുവാൻ ഉദ്ദേശിച്ചിരുന്നതായ ഭവനത്തിൻ്റെ മാതൃക എടുത്തുകൊണ്ട്, അതിൻ്റെ ബ്ലൂ പ്രിന്റ് എടുത്തുകൊണ്ട് അവൻ താൻ ജോലി ഏൽപ്പിക്കുവാൻ നിശ്ചയിച്ചിരുന്നതായ എഞ്ചിനീയറുടെ അടുക്കിലേക്ക് പോവുകയാണ്. എന്തിന്? താൻ ജനിച്ചു വളർന്നതായ ഗ്രാമത്തിൽ തന്നെ ഭവനം പണിയുവാനായിട്ട്. പ്രിയമുള്ളവരെ, ഇത് ഇന്ന് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു സംഭവമാണ്, ഒരു കഥയാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ പൂർവികതകൾ മറന്നുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും, പൂർവിക വഴികൾ നാം മറന്നുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നാം ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹങ്ങൾ പലപ്പോഴും നാശത്തിൻ്റെതായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ദൈവികതയുടെ അനുഭവങ്ങളെക്കുറിച്ച്, നല്ല പാതകളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: യഹോവയാം ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. പ്രിയമുള്ളവരെ, നാം പോകേണ്ടുന്നതായ വഴി, നാം തിരഞ്ഞെടുക്കേണ്ടുന്നതായ വഴി, ഈ വഴികൾ അത് ഏത് ദുഷ്കരമായ അവസ്ഥയിലൂടെയാണെങ്കിലും നമ്മുടെ പൂർവികർ നമ്മൾക്ക് കാണിച്ചു തന്നതായ സത്യവിശ്വാസത്തിൻ്റെതായ ഒരു പാതയുണ്ട്, സത്യദൈവീയ ആരാധനയുടേതായ ഒരു പാതയുണ്ട്, സത്യദൈവികമായ നടപ്പുകളുടേതായ ഒരു പാതയുണ്ട്. ഈ പാതകളെ വിട്ടൊഴിയാതെ, ഈ പാതകളെ സ്വീകരിച്ചുകൊണ്ട് നാം നമ്മുടെ മുന്നോട്ടുള്ളതായ ഗമനം പൂർത്തിയാക്കുകയാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ പാതകൾ സുസ്ഥിരമായ ഒരവസ്ഥയിലേക്ക് കടന്നു ചെല്ലും. സങ്കീർത്തന പുസ്തകത്തിൽ പലയിടങ്ങളിലും നാം കാണുന്നതായ ഒരു സംഗതിയുണ്ട്: യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. എന്താണ് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ? ചെല്ലേണ്ടതായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണമേ. നമ്മളൊക്കെയും മുമ്പ് പാടിയതുപോലെ ഞാൻ യാത്ര ചെയ്യും ക്രൂശിനെ നോക്കി എന്ന് പറഞ്ഞ് പാടുമ്പോഴും നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങൾ എപ്രകാരം, ഏത് വഴികളിലൂടെ നടക്കുന്നു എന്നുള്ളതായ ഒരനുഭവം പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ അത് ദൈവികമായ തിരഞ്ഞെടുപ്പുകളുടെ അവസ്ഥയുടെ അനുഭവത്തിലേക്ക് മാറുമ്പോൾ നിശ്ചയമായും ദൈവികമായ കൃപകളിലൂടെ കൂടുതൽ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് വരുവാനായിട്ട് സാധ്യമായി തീരും. ഖഡോൻ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, തേരിൽ യാത്ര ചെയ്യുന്നതായ തേരാളിയാണ് ആത്മാവ്, ശരീരമാണ് രഥം, ബുദ്ധി തേർത്തെളിക്കുന്നതായ സാരഥിയാണ്, മനസ്സ് അതിൻ്റെ കടിഞ്ഞാടും. പ്രിയമുള്ളവരെ, ഇത് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുമ്പോൾ ഈ തേരാളിയെ നമുക്ക്, ഈ യാത്രകളെ സഫലീകരിക്കുവാനായിട്ട് സാധ്യമായി തീരും. നമ്മളെ നയിക്കുന്നതായ തേരാളികൾ, ആത്മാവാകുന്നതായ തേരാളി അത് നേരായ മാർഗത്തിൽ നടന്നുവെങ്കിൽ മാത്രമേ
ശരിയായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ശരീരമാകുന്നതായ രഥം അത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചുവെങ്കിൽ മാത്രമേ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളെ നയിക്കുന്നതായ സാരഥിയായ നമ്മുടെ ബുദ്ധി വൈഭവങ്ങൾ അത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ രഥം നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് കടിഞ്ഞാണിടുന്നതായ ഈ മനസ്സുകൾ പലപ്പോഴും സ്ഥിരതയുടെ ഒരു അനുഭവത്തിൽ, ദൈവികമായ പ്രവർത്തനങ്ങളുടെ ഒരു അനുഭവത്തിൽ നയിച്ചുവെങ്കിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നുവെന്ന് പിന്നിൽ നിന്ന് ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ടിടയാകും. ഈ പിന്നിൽ നിന്നുള്ളതായ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയായി തീരണം. അപ്രേമിന്റെ ബോവൂസയുടെ ചൊല്ലിക്കൊണ്ട് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുറിയാനി പിതാവായ അപ്രേം തൻ്റെ ബോവൂസയിലൂടെ, തൻ്റെ ആത്മീയ ഗീതത്തിലൂടെ ഇപ്രകാരം പാടുന്നുണ്ട്: നന്മയ്ക്കുള്ളോരാവിഘ്നം നമ്മിൽ തന്നെയാകുന്നു, തൻ്റെ മഹാകാരുണ്യത്തെ ദൈവം താൻ തടയുന്നില്ല. നന്മയ്ക്കുള്ളതായ വിഘ്നം, നന്മയ്ക്കുള്ളതായ തടസ്സം അത് നമ്മുടെ ഉള്ളിൽ തന്നെയാകുന്നു. ദൈവം ഒരിക്കലും തൻ്റെ മഹാകാരുണ്യത്തെ വെടിയുന്നില്ല. പ്രിയമുള്ളവരെ, തൻ്റെ മഹാകരുണയെ ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതങ്ങളിലേക്ക് തടയുകയില്ല. മഹാകാരുണ്യവാനായ ദൈവം അനുഗ്രഹങ്ങളുടെ കലവറകൾ തുറന്നിട്ടുകൊണ്ട് നമുക്ക് മുമ്പാകെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നാം ഈ നന്മയുടെ അനുഭവത്തിലേക്ക് വരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. പലപ്പോഴും നന്മയുടെ വിഘ്നമായിട്ട്, നന്മയുടെ തടസ്സമായിട്ട് തിന്മയുടെ അനുഭവങ്ങൾ പരിശുദ്ധനായ പൗലോസിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇച്ഛിക്കാവുന്നതായ നന്മയില്ല, ഇച്ഛിക്കാത്ത തിന്മയത്രയും ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലൂടെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോവുകയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്തയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നന്മയുടെ അവസ്ഥകൾ, നന്മയുടെ പ്രവർത്തനങ്ങൾ, നന്മയുടെ രൂപാന്തരങ്ങൾ നമ്മുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് തിന്മയെ നന്മയാൽ ജയിക്കുന്നതായ ഒരനുഭവത്തിലേക്ക് വളരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുമ്പോൾ ഈ ഒരു ദൈവിക കൃപയുടെ അനുഭവത്തിലൂടെ ആയിത്തീരുവാനായിട്ട് സാധ്യമായി തീരും. നാം നമ്മുടെ പാതകളെ നിരപ്പാക്കുക, നമ്മുടെ പാതകളെ ശ്രദ്ധിക്കുക, നമുക്ക് മുമ്പാകെയുള്ളതായ വഴികളെ നമ്മൾ നോക്കുക. ഈ വഴിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുന്നതായ വഴി ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക സന്നിധിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നിശ്ചയമായും ദൈവിക ശബ്ദങ്ങളെ കേൾക്കുവാനും ദൈവിക ശബ്ദങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. പ്രിയമുള്ളവരെ, ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതായ ദൈവികമായ അനുഭവം എന്നുള്ളത് നമ്മുടെ ദിശകൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ദൈവിക അനുഭവത്തിലേക്ക് കടന്നു പോകാനായിട്ട് നമ്മുടെ ജീവിത ദിശകൾ, ജീവിത ഗതികൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. എന്താണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നതായ ഒരവസ്ഥ? തെറ്റായ വഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ നിശ്ചയമായും തെറ്റായ ദിശകളുടെ അനുഭവത്തിലൂടെ പോകുമെന്നുള്ളതായ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെറ്റായതായ അവസ്ഥകളിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ, തെറ്റായ മാർഗത്തിലൂടെ പോകുമ്പോൾ, തെറ്റായ ജീവിത രീതിയിലേക്ക് നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതങ്ങൾ നയിക്കപ്പെടുകയാണ്. യേശുതമ്പുരാന്റെ പരിശുദ്ധ ശുശ്രൂഷ സമയത്ത് തനിക്ക് നേരിടുവാൻ പോകുന്നതായ യെരുശലേമിൽ വെച്ച് തനിക്ക് നേരിടുന്നതായ പീഡാനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പത്രോസ് ശ്ലീഹ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, നിനക്കിങ്ങനെ സംഭവിക്കരുത്. ഉടനെ പത്രോസിനോട് യേശുതമ്പുരാൻ എന്താണ് മറുപടി പറയുന്നത്? സാത്താനെ, നീ എന്നെ വിട്ടുപോകുക. യേശുതമ്പുരാന് നല്ല നിശ്ചയമുണ്ട്. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, എൻ്റെ ജീവിത ഗതികൾ എപ്രകാരമാണ് പോകേണ്ടത്, എൻ്റെ ജീവിതഗതികളുടെ അവസാനം ഏത് തരത്തിലാണ് മാറ്റപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ബോധ്യമുള്ളതായ സാഹചര്യത്തിൽ ഈ ഗതിയെ തിരിച്ചുവിടുവാനായിട്ട്, ഈ സാഹചര്യത്തെ മാറ്റിയെടുക്കുവാനായിട്ട് പത്രോസിലൂടെ പ്രവർത്തിക്കുകയാണ്. അവിടെയാണ് അവനെ ശുദ്ധീകരിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് യേശുതമ്പുരാൻ കടന്നു വരുന്നത്. സാത്താനെ, എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിന്റെ ജീവിതത്തിൽ നിന്നും ഈ ജീവിതഗതിയെ മാറ്റിവെക്കുന്നതായ അനുഭവത്തെ അത് മാറ്റി എടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതഗതികൾ എപ്രകാരമാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ
എപ്രകാരം ദൈവത്തിന് അനുസൃതമായിട്ട് നാം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ സമർപ്പണങ്ങൾ ദൈവ അനുരൂപമായി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൂടെ നാം ചിന്തിക്കുമ്പോൾ ദൈവിക സമർപ്പണത്തിൻ്റെ അനുഭവത്തിൻ്റെ ആവശ്യകതകളെ കൂടുതലായിട്ട് ഈ വേദഭാഗം നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. എന്താണ് സമർപ്പണം എന്ന് പറയുമ്പോൾ? ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകുവാൻ, അനുഗ്രഹങ്ങൾ ധാരാളമായി ചൊരിഞ്ഞു തരുവാൻ നമുക്ക് ഏവർക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെയും മുന്നിട്ട് നിൽക്കുന്നതായ കാര്യങ്ങളും ഇതാണ്. ദൈവത്തിന് മുമ്പാകെ വലിയൊരു ലിസ്റ്റാണ് നമ്മൾ ഇറക്കി വെക്കുന്നത്. നമ്മളുടെ ആരോഗ്യസ്ഥിതികൾ, നമ്മുടെ രോഗസൗഖ്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളുടെ വികസനങ്ങൾ, നമ്മളുടെ മക്കളുടെ പഠനങ്ങൾ, അവരുടെ വിവാഹം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി, ഇങ്ങനെ വിവിധ തരത്തിലുള്ളതായ വലിയ ഒരു ലിസ്റ്റ് ദൈവം മുമ്പാകെ നമ്മൾ ഇറക്കി വെക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ നിഴലിച്ചു നിൽക്കുന്നതും ഇത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഇന്ന് ധാരാളം പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ ദേവാലയത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കും, ഭവനങ്ങളിൽ പ്രാർത്ഥിക്കും, പള്ളി ആരാധനകളിൽ പ്രാർത്ഥിക്കും, ഭവനങ്ങളിലെ കൂട്ടായ്മകളിൽ പ്രാർത്ഥിക്കും, പിന്നെ നമുക്ക് പോകാവുന്ന ഇടങ്ങളെല്ലാം പോയി പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളിൽ എന്താണ് മുന്നിട്ട് നിൽക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ മാത്രം. പട്ടക്കാരൊക്കെയും പ്രൊമിയോൻ ചൊല്ലുമ്പോൾ അതിനു മുമ്പ് പറയുന്നതായൊരു വാക്യമുണ്ട്. പ്രൊമിയോന്റെ ആദ്യ ഭാഗമായിട്ട് സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സ്തുതികളും സ്തോത്രങ്ങളും ദൈവത്തിന് ഇടവിടാതെ സമർപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു ജനവിഭാഗമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായ ജനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം സ്തുതിയും സ്തോത്രവും മാത്രം നമ്മുടെ നാവുകളിൽ കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, ദൈവത്തിന് പ്രസാദമുള്ള സ്തുതി സ്തോത്രങ്ങളായി മാറ്റപ്പെടുന്നതായ ഒരവസ്ഥ, ആ ഒരു സ്ഥിതിവിശേഷമാണ് നിശ്ചയമായും ദൈവിക സ്തോത്രങ്ങളുടെ അനുഭവമായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഇപ്പോൾ നാം ഒക്കെയും പരിശുദ്ധനായ ഒരു സഹതായുടെ ഓർമ്മ പെരുന്നാളൊക്കെയും ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുന്നതായ സാഹചര്യങ്ങളാണ്. പരിശുദ്ധനായ ഗീവർഗീസ് സഹതയുടെ ജീവിതം തന്നെ യാഗമായ ഒരവസ്ഥയാണ് നമുക്കറിയാം. ഗീവർഗീസ് സഹതയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, പീഡനങ്ങളുടെ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെയും ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഏത് പീഡനത്തിലും തളരാതെ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ ഗീവർഗീസ് സഹതായിക്ക് സാധിച്ചു. ഇതാണ് യഥാർത്ഥമായ സ്തുതി അർപ്പണങ്ങൾ. നമ്മളൊക്കെയും പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകളിൽ സ്തുതി സ്തോത്രം എന്നുള്ളതായ വാക്കുകൾ ധാരാളം നിഴലിച്ച് കേൾക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥമായ സ്തുതികൾ അർപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടും. എവിടെയാണ് രോഗസൗഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയതായ അനുഭവത്തിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ പോകുമ്പോൾ നമ്മൾ പോകുന്നുണ്ട്. നമുക്കിന്ന് ജീവിതത്തിൽ സമാധാനം എവിടെ ലഭിക്കുന്നു എന്നുള്ള ഒരനുഭവം തേടി നമ്മൾ പോകുന്നുണ്ട്. ഇത് വേണ്ടാതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ, ഭൗതികമായ നേട്ടങ്ങളൊക്കെയും ആവശ്യമാണ് ഭൗതിക ജീവിതത്തിന്. പക്ഷേ അതിനേക്കാളൊക്കെയും ഉപരിയായിട്ട് ആത്മീയമായ പരിപോഷണങ്ങളാണ് ഏറ്റവും ജീവിത ലക്ഷ്യത്തിന്, ജീവിത സാഹചര്യങ്ങൾക്ക് നിഴലിച്ചു നിൽക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നാം ഓർക്കുക. ആത്മീയമായ ഔന്നത്യം ഇല്ലാതെ ഭൗതികതയിൽ മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളതായ ജീവിതത്തിന് യാതൊരു വിധമായ അർത്ഥവുമില്ല. നമ്മളിന്ന് പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ ആഘോഷിക്കാറുണ്ട്. പരിശുദ്ധന്റെ കബറിടത്തിൽ, ഈ ദേവാലയത്തിൽ വളരെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനായിട്ട് നമ്മൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ നാം അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും മറന്നു പോകുന്നതായ ജീവിത ചര്യകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. എന്തായിരുന്നു ഈ പരിശുദ്ധന്മാർ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ നാമങ്ങൾ ഉയർത്തപ്പെടത്തക്കവണ്ണം ഇന്നും ലോകത്തിൽ തലയുയർത്തി നിൽക്കുന്നത്? അവരുടെ ജീവിതകാലത്ത് ഒരിക്കലും അവർ രോഗസൗഖ്യം ആഗ്രഹിച്ചില്ല. അവരുടെ ജീവിതകാലത്ത്
ഒരിക്കലും ഭൗതികമായ സുഖങ്ങളോ സൗകര്യങ്ങളോ ധാരാളമായി ലഭിക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതാ പ്രാർത്ഥനയിൽ ലുത്തീനിയയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, കഷ്ടതയാകുന്നതായ കയ്പിനെ മട്ടോളം ഊറ്റിക്കുടിച്ച പിതാവേ. നമ്മളതിന് പറയും, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കഷ്ടതയാകുന്നതായ കയ്പിനെ മട്ടോളം ഊറ്റിക്കുടിക്കുവാൻ തക്കവണ്ണം തയ്യാറായതായ ഒരു വിശുദ്ധ സമൂഹം ഇന്ന് ബലമായി നമുക്കുള്ളപ്പോൾ, ചെറിയ കഷ്ടതകളുടെ അനുഭവത്തിൽ തളർന്നു പോകുന്നതായ ഒരു സമൂഹമായിട്ട് ഞാനും നിങ്ങളും അധപ്പതിച്ചിരിക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ആത്മഹത്യകൾ പെരുകുന്നതും അതും പ്രത്യേകിച്ചും ക്രൈസ്തവരുടെ ഇടയിൽ പെരുകുന്നതിനും ഉള്ളതായ ഒരവസ്ഥ എന്നുള്ളത് ഈ ഒരു സാഹചര്യമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ആധുനിക തലമുറ പലപ്പോഴും വളർന്നു വരുന്നതായ സാഹചര്യങ്ങൾ അവർക്ക് കഷ്ടതകൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യത്തിലൂടെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. തങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെയും ലഭിക്കുവാനും തങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെയും അത് ചോദിക്കുന്നതായ അതേ സമയത്ത് തന്നെ നേടിയെടുക്കുവാനും കഴിവുള്ളതായ അവസ്ഥയായിട്ട് ആധുനിക സമൂഹത്തിൽ തലമുറകൾ മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ ചെറിയതായ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാനായിട്ട് സാധ്യമായി തീരുന്നില്ല. ഞാൻ പഠിക്കുന്നതായ സമയത്ത് സൈക്കോളജി പഠിപ്പിച്ചതായ ഒരു അധ്യാപകൻ ഒരിക്കൽ എന്നോട് ഞങ്ങളുടെ ക്ലാസ്സിൽ പറയുകയുണ്ടായി, പണ്ട് കാലത്ത് മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ കടയിലേക്ക് പറഞ്ഞുവിടുന്നത് എന്ന് പറയുന്നത്, നീ പോയി 50 ഗ്രാം വെളിച്ചെണ്ണ, അല്ലെങ്കിൽ 250 ഗ്രാം പഞ്ചസാര, 50 ഗ്രാം തേയില, ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞുവിടുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ഹോൾസെയിൽ കടയിൽ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ കടയിൽ എത്രമാത്രം വാങ്ങിക്കുന്നുണ്ടോ അത്രമാത്രം നമ്മൾ ഇന്ന് ഭവനങ്ങളിൽ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. പണ്ട് കാലങ്ങളിൽ കുഞ്ഞുങ്ങളെ ഭവനങ്ങളിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു. ഈ യാത്രയിലൂടെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ ഈ കുഞ്ഞ് അനേക കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാനും ചിന്തിച്ചിട്ടുള്ളതായ കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ദിവസവും കടയിൽ പോകേണ്ടതായ കാര്യമില്ലല്ലോ. പക്ഷേ ഇതിലൂടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതായ ഒരു പാഠമാണ് ഈ കുഞ്ഞ് മനസ്സിലാക്കുന്നത്. അവൻ വളർന്നു വരുമ്പോൾ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാനുള്ളതായ പാഠങ്ങൾ ചെറുപ്പത്തിലെ ശീലിക്കുകയാണ്. അതുപോലെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നിലനിന്നിരുന്നതായ ഒരു സാഹചര്യമുണ്ട്. ഭവനത്തിൽ ഒരു അതിഥി വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ കൊടുക്കുവാനോ നമ്മുടെ ഭവനത്തിൽ ഉള്ളത് കൊണ്ട് പര്യാപ്തമാകുന്നില്ലെങ്കിൽ പഴയകാലത്തെ അമ്മച്ചിമാർക്കറിയാം, അവരടുത്ത ഭവനങ്ങളിലേക്ക് വന്നിരിക്കുന്നതായ അതിഥി അറിയാതെ തന്നെ മക്കളെ പറഞ്ഞു വിടും. വീട്ടിൽ തീ കത്തിക്കുവാനായിട്ട് തീപ്പെട്ടിയില്ല എങ്കിൽ അടുത്ത ഭവനത്തിലേക്ക് തൊണ്ടുമായിട്ട് പറഞ്ഞു വിടും, പോയി അല്പം തീ വാങ്ങിക്കൊണ്ട് വരുവാൻ. ഇന്നത്തെ ആധുനിക തലമുറയ്ക്ക് ഇതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യങ്ങളല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. പക്ഷേ അന്നുണ്ടായിരുന്നതായ സ്നേഹവും സമാധാനവും ഇന്നത്തെ സമൂഹത്തിലുണ്ടോ? പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങൾക്ക് വേലികളില്ലായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ പത്തലുകൾ കൊണ്ടുള്ളതായ വേലികൾ സൃഷ്ടിച്ചു. അത് പിന്നെ കുറെ കൂടെ മാറിക്കഴിഞ്ഞിട്ട് ഇരുമ്പുകൾ കൊണ്ടുള്ളതായ മുള്ളുവേലികൾ കൊണ്ടുള്ളതായ വേലികളായി. പക്ഷെ ഇന്നെന്താണ്, ഒരാൾ വസ്തു മേടിച്ചു കഴിഞ്ഞാൽ ആദ്യം കെട്ടുന്നത് മതിലായിരിക്കും. അത് എത്രമാത്രം പൊക്കിക്കെട്ടാമോ അത്രമാത്രം പൊക്കിക്കെട്ടും. ജീവിത സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ. ഇന്നത്തെ ആരെയും ഞാൻ കുറ്റം പറയുകയല്ല, ഇന്നത്തെ സാഹചര്യങ്ങൾ അപ്രകാരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ചെറിയ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നതായ അവസ്ഥയിലേക്ക് ജീവിത സാഹചര്യങ്ങൾ മാറ്റപ്പെടുന്നുവെങ്കിൽ അതിന് പ്രധാന കാരണം ഇന്ന് സമൂഹത്തിന്റെ അടിസ്ഥാന മേഖലകളിൽ വരുന്നതായ മാറ്റങ്ങളാണ്. ജീവിത സാഹചര്യങ്ങളെ, ജീവിതഗതികളെ ദൈവ ആഭിമുഖ്യമായിട്ട് മാറ്റിയെടുക്കുവാൻ കഴിവില്ലാത്തതായ ഒരു സമൂഹമായിട്ട് മാറുമ്പോൾ നിശ്ചയമായും ദൈവിക ശബ്ദങ്ങളെ കേൾക്കുവാനോ തിരിച്ചറിയുവാനോ സാധ്യമാകാത്തതായ ഒരവസ്ഥയായിട്ട് ജീവിതങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. ഈ ഒരു അനുഭവത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഗതിമാറ്റം, വിവിധ തരത്തിലുള്ളതായ ഗതിമാറ്റങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സംഭവിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ചില കാര്യങ്ങളിൽ മാത്രം ഒരു മാറ്റമുണ്ടാക്കിയെടുക്കാം എന്നുള്ളതായ ഒരു ചിന്താഗതി പലപ്പോഴും ജീവിത സാഹചര്യങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. നമ്മൾ ആത്മീയമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, പ്രത്യേകിച്ചും കുംഭസാരം പോലുള്ളതായ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ, നമ്മുടെയൊക്കെയും മനസ്സുകളിലേക്ക് ഓടിയെത്തുന്നതായ ഒരു സംഗതിയുണ്ട്. അതുപോലെ തന്നെ ഒരു പുതുവത്സരം വരുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്നതായ സംഗതിയുണ്ട്. ഇത്രത്തോളം നാള് ഞാനൊരല്പം വിഷമത്തിലൂടെയൊക്കെ നടന്നു, ദൈവത്തിൽ നിന്നൊക്കെയും മാറി സഞ്ചരിച്ചു. എന്നാൽ ഇനിയുള്ള കാലം എനിക്ക് ദൈവാഭിമുഖ്യമായിട്ട് ജീവിക്കണം, ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. പലപ്പോഴും സാധിക്കാതെ പോകുന്നതായ അവസ്ഥകളാണ് ഇത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് എന്നെ തടസ്സപ്പെടുത്തുന്നതായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അല്പമൊക്കെയും ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കും. പക്ഷേ ഈ ആഗ്രഹത്തിന് അനുരൂപമായി പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സുകളിൽ കുടികൊള്ളുന്നതായ ഭൗതികതയുടെ ആക്കങ്ങൾ കൊണ്ട്, ഭൗതികതയുടെ ബാഹുല്യങ്ങൾ കൊണ്ട് ദൈവ ആഭിമുഖ്യത്തിലേക്കുള്ളതായ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നതായ ഒരു കുടുംബമുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, അനന്യാസ്, സഫീറ. അവർ രണ്ടുപേരെന്താ ചെയ്യുന്നത്? മറ്റുള്ളവരൊക്കെയും തങ്ങൾക്കുള്ളതായ വസ്തുവകകളൊക്കെയും വിറ്റ് ആ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അവർ വയ്ക്കുമ്പോൾ അനന്യാസും സഫീറയും മറ്റുള്ളവർ ചെയ്തതുപോലെ തന്നെ അവർ ചെയ്തു. പക്ഷേ അവരുടെ മനസ്സിലേക്ക് ഒരു ചെറിയ ചിന്ത കടന്നു വന്നു. എന്തായിരുന്നു? നമ്മൾ ഇത്രയും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകും, പിന്നെ നമ്മുടെ ജീവിതങ്ങൾ ശരിയാകുമോ? ഈ ഒരു ചിന്താഗതി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന് വിരുദ്ധമായ പാപമായി അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായ ഒരു ഗതിയായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ള കാര്യം, ജീവിതഗതിയായി അവരുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ മൂല്യങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ദൈവികമായ അനുഭവങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ജീവിത സാഹചര്യങ്ങളെ ദൈവത്തിന് അനുസൃതമായ പാതകളിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ദൈവത്തിന് സമർപ്പിക്കുവാൻ, അത് നമ്മുടെ പരിപൂർണമായ സമർപ്പണമായി തീരുവാൻ തക്കവണ്ണം സാധ്യമായി തീരണം. നമ്മൾ വളരെ മനോഹരമായി പാടും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. വളരെ മനോഹരമായി പാടും. വേണമെങ്കിൽ അകമ്പടിയായിട്ട് കൈകൾ കൊട്ടാനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുവാനും ഒന്നും നമ്മൾ യാതൊരു വിധമായ മടിയും കാണിക്കാറില്ല. പക്ഷേ അതിന് പിന്നാലെ കുറെ കാര്യങ്ങളോട് പറയുന്നുണ്ട്. എൻ്റെ ബുദ്ധി, എൻ്റെ ശക്തി, എൻ്റെ സമ്പത്ത്, എനിക്കുള്ളതെല്ലാം ഞാൻ ദൈവത്തിന് നൽകുന്നു. ഇതെല്ലാം പാടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഭവനത്തിലേക്ക് ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും? കയറി വന്നിരിക്കുന്നു ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുവാനായിട്ട്. നാടൻ ഭാഷകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു സ്ഥിതിയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുള്ളത്. ജീവിതഗതികളെ മാറ്റിമറിക്കുവാനും ജീവിത സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂലമായ ഒരു പരിവർത്തനം ജീവിത സാഹചര്യങ്ങളിൽ നേടിയെടുക്കുവാനും സാധിക്കുമ്പോൾ പിന്നിലുള്ളതായ ദൈവിക ശബ്ദത്തെ കേൾക്കുവാനായിട്ട് സാധ്യമായി തീരും. നിന്റെ വഴി ഇതാകുന്നു, ഇത് നീ തിരഞ്ഞെടുക്കുക എന്നുള്ളതായ ശബ്ദം കേൾക്കുവാനായിട്ട് സാധ്യമായി തീരും. വീണ്ടും നമ്മുടെ പല പ്രവർത്തനങ്ങളും ജീവിത സാഹചര്യങ്ങളും നമ്മൾ മാറ്റിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടുന്നതായ ഒരു ചിന്താഗതിയുണ്ട്. ഏതായാലും ഇന്ന് ഇത്രത്തോളമായി, ഇനി നാളെ മുതൽ നമുക്ക് മാറ്റിയെടുക്കാം. ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. പിശാചിന്റെ രാജധാനിയിൽ പിശാചിന്റെ രാജാവ് ഇരിക്കുന്നു. പൈശാചികമായ പ്രഭുക്കന്മാരൊക്കെയും ഈ രാജാവിന് ചുറ്റുപാട് നിൽക്കുന്നു. അപ്പോൾ ഈ രാജാവ് ചോദിക്കുന്നുണ്ട്, ഭൂമിയിലെ മനുഷ്യരെ തെറ്റിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ വിടുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഏത് രീതിയിലാണ് ഭൂമിയിലെ മനുഷ്യരെ തെറ്റിക്കുന്നത്? ഉടനെ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ പോയി മനുഷ്യരോട് പറയും ദൈവമില്ല. ഉടനെ ഈ രാജാവ് പറഞ്ഞു, എടാ മണ്ട, നീ എന്തായി പറയുന്നേ?
ദൈവം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യൻ വിശ്വസിക്കുമോ? ഉടനെ അടുത്ത ആൾ പറഞ്ഞു, ഞാൻ ചെന്നിട്ട് പറയും എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഉടനെ വീണ്ടും രാജാവ് പറഞ്ഞു, നീ പറഞ്ഞത് വളരെ തെറ്റാണ്. ഇന്ന് പ്രാർത്ഥനയില്ലാത്തതായ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ യാതൊരുവിധമായ മനുഷ്യനും സാധിക്കുകയില്ല. അതേത് മതവിഭാഗമായിക്കൊള്ളട്ടെ, പ്രാർത്ഥനയില്ലാത്തതായ ജീവിതം ഒരു മനുഷ്യനും ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ന്യായങ്ങളൊക്കെയും പറഞ്ഞു. ഏറ്റവും അവസാനം ഒരാൾ പറഞ്ഞു, ഞാൻ ചെന്നിട്ട് പറയും ദൈവമുണ്ട്, പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, വളരെ ഭംഗിയായി നോമ്പ് നോക്കണം, വളരെ ഭംഗിയായി ഉപവസിക്കണം, നിങ്ങൾ ദശാംശം കൊടുക്കാൻ യാതൊരുവിധമായ വിട്ടുവീഴ്ചയും കാണിക്കരുത്, ഇപ്രകാരമുള്ളതായ കാര്യങ്ങളൊക്കെയും പറയും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കും, ഇന്ന് വേണ്ട നാളെ മതി. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇന്ന് സംഭവിക്കുന്നതായ കാര്യമാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്കും പള്ളിയിൽ പോകുന്നതിനും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനും മറ്റ് എല്ലാവിധമായ ആത്മീയ കർമ്മങ്ങൾക്കും മുൻനിരയിൽ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കും. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾക്ക് വളരെയധികം അർത്ഥവത്തായ വാക്കുകളായി നമ്മുടെ ചെവികളിൽ മുഴങ്ങി കേൾക്കേണ്ടത്. നിന്റെ ജീവിത സാഹചര്യങ്ങളെ നീ മാറ്റണം. നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി ദൈവിക സന്നിധിയിലേക്ക് കടന്നു വന്നുവെങ്കിൽ മാത്രമേ ദൈവിക ശബ്ദങ്ങളെ കേൾക്കുവാനായിട്ട് നിനക്ക് സാധ്യമായി തീരുകയുള്ളൂ. 51-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്നെനിക്ക് നിങ്ങൾക്കും പറയുവാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവിക രക്ഷയുടെ സന്തോഷവും അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളായി മാറുന്നതായ, ജീവിത സാഹചര്യങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നതായ അനുഭവമായിട്ട് തീരുമ്പോൾ നിശ്ചയമായും ഈ ഒരു ദൈവിക അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് ഏവർക്കും സാധ്യമായി തീരും. പ്രിയമുള്ളവരെ, ഈ ഒരു വാക്യം, ഈ ഒരു ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. യെശയ്യാ പ്രവാചകൻ നൽകുന്നതായ ഈ വാക്യം, മകനെ മകളെ, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്നുള്ളതായ ശബ്ദം പിന്നിൽ നിന്ന് കേൾക്കുമെന്നുള്ളതായ യഹോവയായ ദൈവത്തിന്റെ വാക്കുകൾക്ക് അനുസൃതമായിട്ട് നാം ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെ കുറിച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒന്നാമതായിട്ട് നമ്മുടെ വഴികൾ നേരായ രീതിയിലുള്ളതായ വഴികളെ നമ്മൾ തിരഞ്ഞെടുക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നാം മാറ്റിയെടുക്കണം. മൂന്നാമതായിട്ട് നാം ചെയ്യേണ്ടതായ ഒരു കർത്തവ്യം, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ ശുദ്ധീകരിക്കുവാൻ തക്കോണം നമുക്ക് സാധ്യമായി തീരണം. എന്താണ് കഴിഞ്ഞ കാലങ്ങളുടെ ശുദ്ധീകരണം? നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കുമ്പോൾ പൂർണ്ണമായ സമർപ്പണത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതായ സാഹചര്യമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അതിന് വിവിധ തരത്തിലുള്ളതായ അർത്ഥങ്ങളുടെ ഒരു അനുഭവമാണ് ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ വെറുതെ നമ്മളെ തന്നെ കഴുകി വെടിപ്പാക്കുന്നതായ ഒരു അനുഭവമല്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കണം. വിശുദ്ധി എന്നുള്ളതായ വാക്യത്തിന് രണ്ട് അർത്ഥങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമതായത് ടു സെറ്റ് എപ്പാർട്ട്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക. രണ്ടാമതായി ടു കോൺസെക്രേറ്റ്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. വേർതിരിവും സമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമേ ശുദ്ധീകരണത്തിൻ്റെതായ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് സമർപ്പിച്ചു കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥമായ ശുദ്ധീകരണത്തിന്റെ അനുഭവം ജീവിതത്തിലേക്ക് കടത്തിയെടുക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. പട്ടംകൊട ശുശ്രൂഷയിലെ ഒരു ഗീതം ഇപ്രകാരമാണ്: അണിയാൻ നിന്നങ്കി ഗളമതു താഴ്ത്തി തിരുമുമ്പിൽ ദേവേശ ദാനം പാർക്കുന്നോനിവനേറുഹാതൻ ഭൂഷകളാൽ ശോഭിതനാക്കാം. ദൈവത്തിന്റെ അങ്കി അണിയുവാനായിട്ട്, ദൈവിക ദാനങ്ങൾക്കായിട്ട് പ്രതീക്ഷിച്ചു നിൽക്കുന്നതായ ഇവനെ റൂഹായുടെ ഭൂഷണങ്ങളാൽ, റൂഹായുടെ വസ്ത്രങ്ങളാൽ നീ ശോഭിതനാക്കുക എന്നുള്ളതായ ഒരു പ്രാർത്ഥന പട്ടംകൊട ശുശ്രൂഷയിൽ നാം ചൊല്ലുന്നുണ്ട്. പ്രിയമുള്ളവരെ,
ഒരു പുരോഹിതന ശുശ്രൂഷയിലേക്ക് ഒരു മനുഷ്യനെ വേർതിരിക്കപ്പെടുമ്പോൾ റൂഹായുടെ ഭൂഷണങ്ങളാൽ അലങ്കാരങ്ങളാൽ അവനെ ശുദ്ധീകരിക്കുവാനായിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവസ്ഥകളാണ്, അർത്ഥങ്ങളാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കുക. ഈ റൂഹായുടെ ഭൂഷണങ്ങൾ, റൂഹായുടെ അലങ്കാരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളരെയധികം ആവശ്യമായ സംഗതിയാണ് എന്നുള്ളതായ കാര്യത്തിൽ യാതൊരുവിധമായ സംശയമില്ല. അതിന് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ ശുദ്ധീകരിക്കുന്നതായ ഒരനുഭവം നമ്മൾ ഏവരും വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. ജീവിതങ്ങളെ വേർതിരിച്ച് ശുദ്ധീകരിക്കുന്നതായ ഒരു അനുഭവമായിട്ട് തീരുന്നില്ലെങ്കിൽ ഈ ഒരവസ്ഥയ്ക്ക് പൂർണ്ണമായ അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധ്യമായി തീരുകയില്ല. സക്കായിയുടെ ജീവിതം നമ്മൾക്ക് അറിയാവുന്നതായ സംഗതിയാണ്. സക്കായിയുടെ ജീവിതത്തിൽ അവൻ ദൈവത്തെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു. അവൻ്റെ ജീവിതത്തിൽ വലിയതായ പരിവർത്തനങ്ങൾക്ക് നിദാനമായി തീരുവാൻ യേശുവുമായുള്ളതായ കൂടിക്കാഴ്ച അവന് സാധ്യമായി തീർന്നു. എന്നാൽ അതിലേക്ക് അവനെ നയിച്ചതായ വലിയ സംഗതികളുണ്ട്. എന്തായിരുന്നു സക്കായിയുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തിന് വരുവാനായിട്ട് ഉണ്ടായ സംഗതി? അവൻ ദൈവത്തെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു. ദൈവത്തെ കാണുവാനായിട്ട് വെറുതെ മനസ്സിലൊരാഗ്രഹം തോന്നിയത് മാത്രമല്ല, അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തെ കാണുവാനും ദൈവിക ചിന്തകളിലൂടെ നടക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നില്ല. പരിശുദ്ധമായ നോമ്പിന്റെ സമയങ്ങളൊക്കെ നമ്മളിപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും ജൂൺ 16 മുതൽ പരിശുദ്ധ ശ്ലീഹാ നോയമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നുണ്ട്. ഈ നോമ്പിന്റെ അനുഭവത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ചില ഭക്ഷണ സാധനങ്ങളൊക്കെയും വർജിക്കുവാനായി സഭ ആവശ്യപ്പെടുന്നുണ്ട്. ഉപവാസങ്ങളൊക്കെയും എടുക്കുവാനായിട്ട് സഭ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവിടേക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായ ചിന്ത എന്താണ്? ഞാൻ നോമ്പ് നോക്കാം, പക്ഷേ എനിക്ക് പലപ്പോഴും ഉപവസിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നില്ല. ഞാൻ നോമ്പ് നോക്കാം, പക്ഷേ ചില ഭക്ഷണങ്ങൾ എനിക്ക് ഉപേക്ഷിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നില്ല. ദൈവത്തെ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുവാൻ, ചിന്തിക്കുവാൻ എനിക്ക് സാധ്യമായി തീരുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ശുദ്ധീകരിക്കുന്നതായ ഒരനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധ്യമായി തീരുന്നില്ല. വേർതിരിക്കപ്പെട്ടതായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധ്യമായി തീരുന്നില്ല. ഇനിയും വേർതിരിക്കപ്പെട്ടതായ അവസരത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞെങ്കിൽ അതിലൂടെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നില്ല. സമർപ്പിക്കുവാൻ, യഥാർത്ഥമായി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥ സക്കായിയുടെ ജീവിതത്തിൽ നിന്നും പരിപൂർണമായും നീക്കം ചെയ്തു. സക്കായിയുടെ ജീവിതത്തിൽ അവൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ അതിനുവേണ്ടി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ അവൻ പരിശ്രമിച്ചു. ആ പരിശ്രമമാണ് അവനെ, കുറിയ മനുഷ്യനായിരുന്ന അവനെ ജനക്കൂട്ടത്തിന്റെ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുവാൻ വൈഷമ്യമുണ്ടായിരുന്നതായ അവനെ, അത് ശാരീരികമായും അതുപോലെ അവന്റെ പ്രവർത്തന മേഖലകളിലൂടെയും ജനസമൂഹം വെറുത്തിരുന്നതായ ഒരു സാഹചര്യത്തിലും യേശു തമ്പുരാനെ കാണുവാൻ തക്കവണ്ണം തൻ്റെ വൈകല്യങ്ങളെയെല്ലാം മറന്നുകൊണ്ട് അതിനുവേണ്ടി നിയോഗിതമായിരിക്കുന്നതായ അവസ്ഥയിലേക്ക് ഉയരുവാൻ, ചെന്നു ചേരുവാൻ തക്കവണ്ണം സക്കായിക്ക് സാധിച്ചു. നമുക്കറിയാം, സക്കായി നേരെ പോകുന്നത് അത്തിയുടെ മുകളിലേക്കാണ്. അവനറിയാം, യേശു തമ്പുരാൻ നടന്നു പോകുന്നതായ പാതയിലുള്ളതായ ഈ അത്തിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ യേശുവിനെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ചുമ്മാതൊരത്തിയിലല്ല അവൻ കയറിയത്. യേശു തമ്പുരാൻ നടന്നു പോകുന്നതായ പാതയിലുള്ളതായ അത്തി. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മളേവരും പ്രാർത്ഥിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഉപവസിക്കുകയും അനുഷ്ഠാനങ്ങളൊക്കെയും നടത്താറുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും യേശു തമ്പുരാൻ നടന്നു പോകുന്നതായ അത്തിയുടെ അനുഭവത്തിലുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അത്തിയെ പലപ്പോഴും പ്രാർത്ഥനയുടെ അനുഭവങ്ങളായിട്ടൊക്കെയും ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ, രഹസ്യ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ, ഇതൊക്കെയും ഈ ശരിയായ യേശു തമ്പുരാൻ നടന്നു പോകുന്നതായ അവസ്ഥയിൽ പാതകളിലുള്ളതായ അത്തിയുടെ അനുഭവങ്ങളാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയുള്ളതായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് യേശു തമ്പുരാനെ കാണുവാനും ദൈവിക നൽവരങ്ങളെ പ്രാപിക്കുവാനായിട്ടും സാധിക്കുന്നത്. യേശു തമ്പുരാനെ കണ്ടതായ സക്കായിക്ക് അവൻ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് വലിയ രൂപാന്തരങ്ങളാണ് ഉണ്ടാകുന്നത്. യേശു തമ്പുരാൻ അവന്റെ ഭവനത്തിലേക്ക് തന്നെ കടന്നു ചെല്ലുന്നു. ഭവനത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവനോട് പറയുകയാണ്, ഇവനും
അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെതായ ഒരു അനുഭവമാണ് അവന്റെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. അവന്റെ കുടുംബത്തെ ആകമാനമായി മാറ്റിമറിക്കുകയാണ്, ആ സമൂഹത്തെ ആകമാനമായി മാറ്റിമറിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നിശ്ചയമായും മുടിയനായ പുത്രനെ സ്വീകരിക്കുവാൻ പിതാവ് കാത്തിരുന്നത് പോലെ 2 കരങ്ങൾ നീട്ടി നമ്മളെ സ്വീകരിക്കുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട്. അതിനുവേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. 5 അപ്പവും 2 മീനും കർത്താവ് പരിപോഷിപ്പിച്ച് അനേകങ്ങളായി വർദ്ധിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ച് നമുക്കറിയാം. അനേകങ്ങളായി വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ ഒരിക്കലും കർത്താവ് അവിടെ ഒരപ്പം സൃഷ്ടിക്കുകയായിരുന്നില്ല ചെയ്തത്. എന്തായിരുന്നു കർത്താവ് ചെയ്തത്? നിങ്ങളുടെ ഇടയിൽ എന്താ ഉണ്ട് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അവർക്കുണ്ടായതിനെ സമർപ്പിച്ചപ്പോഴാണ് അതിൽ നിന്നും കൂടുതലായിട്ട് സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് കർത്താവിന് സാധിക്കുന്നത്. നമുക്കുള്ളതിനെ ദൈവമുമ്പാകെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. നമുക്കുള്ളതിനെ ദൈവമുമ്പാകെ നൽകുവാനായിട്ട് സാധിക്കണം. നമ്മൾ ഇന്ന് ATM കൗണ്ടറിൽ നിന്ന് പണമെടുക്കാറുണ്ട്. ATM കൗണ്ടറിൽ നിന്ന് പണമെടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കാർഡൊക്കെയും ഇട്ട് പിൻ നമ്പറൊക്കെയും കുത്തി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പണം എത്ര വേണമെന്ന് നമ്മളവിടെ ഡയൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പണം കിട്ടും. ചില സമയത്ത് പണം കിട്ടത്തില്ല. കാര്യം എന്താ? അക്കൗണ്ടിൽ ആവശ്യത്തിനുള്ളതായ പണം കാണുകയില്ല. ഇതാണ് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നത്. ഈ ദൈവത്തിൻ്റെ അക്കൗണ്ടിൽ ആവശ്യമായ സമർപ്പണങ്ങൾ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ അക്കൗണ്ടിൽ ആവശ്യമായ സമർപ്പണങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സമർപ്പണ സമ്പാദ്യത്തിൽ നിന്നും ആവശ്യമായ എടുത്തു തരുവാനായിട്ട് ദൈവത്തിന് സാധിക്കുകയുള്ളൂ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നാം സമർപ്പിക്കുന്നതിനെ വർദ്ധിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. നാം സമർപ്പിക്കുന്നതിനെ ധാരാളമാക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. അതിന് ദൈവം യാതൊരു വിധമായ പിശുക്കും കാണിക്കുകയില്ല, യാതൊരു വിധമായ മടിയും കാണിക്കുകയില്ല. പക്ഷേ നാം ചെയ്യേണ്ടതായ കർത്തവ്യം, നാം ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുമ്പോൾ അത് പരിപൂർണമായും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ളതായ, ദൈവത്തിന് മുമ്പാകെ യാതൊരു വിധമായ മടിയും കൂടാതെ, ദൈവത്തിന് മുമ്പാകെ യാതൊരു വിധമായ മുറുമുറുപ്പും കൂടാതെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നതായ ഒരനുഭവമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമുഖങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതിയ മനുഷ്യനെ ധരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരണം. ഈ പുതിയ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ അവതരിക്കുമ്പോൾ നിശ്ചയമായും സ്വർഗീയമായ സമാധാനങ്ങൾ നമ്മുടെ ഇടയിലേക്കുണ്ടാകും. കർത്താവ് ജനിച്ചതായ സമയത്ത് മാലാഖമാർ പാടിയതായ ഗീതം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവപ്രസാദം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട നല്ല വയലുകളാക്കി മാറ്റണം. പുതിയ മനുഷ്യൻ്റെതായ ഒരനുഭവമായിട്ട് ഞാനും നിങ്ങൾ മാറ്റപ്പെടണം. പുതിയ മനുഷ്യന്റെ അനുഭവത്തിലൂടെ നാം പോകുമ്പോൾ മാത്രമേ ഒരുക്കപ്പെട്ട വയലുകളിൽ 30 മടങ്ങോ 100 മേനിയായി സ്വർഗീയ സമാധാനങ്ങൾ വിതയ്ക്കപ്പെടുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. അന്ധകാരത്തിന്റെ അവസ്ഥകളെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മാറ്റം ചെയ്യുവാനായിട്ട് സാധ്യമായി തീരണം. നമ്മുടെ ഭവനങ്ങളിലൊക്കെയും നമ്മൾ സന്ധ്യാസമയങ്ങളിൽ ദീപം കൊളുത്താറുണ്ട്. അത് ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ മറ്റു മതവിഭാഗങ്ങളെന്നോ വ്യത്യാസമില്ല. എല്ലാ ഭവനങ്ങളിലും സന്ധ്യാസമയത്ത് ദീപം കൊളുത്താറുണ്ട്, പ്രകാശ ദീപങ്ങൾ കത്തിക്കാറുണ്ട്. അതുപോലെ സന്ധ്യാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിനെ പ്രത്യേകിച്ചും മുതിർന്ന ആളുകളുള്ളതായ ഭവനങ്ങളിൽ അവർ വിലക്കാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പരമ്പരാഗതമായി തുടർന്നു വരുന്നതായ ആചാരക്രമമായി മുതിർന്ന ആളുകൾ അതിനെ ചിത്രീകരിച്ചേക്കാം. പക്ഷേ അതിന് പിന്നിൽ ശാസ്ത്രീയവും ആത്മീയവുമായ സംഗതികൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ശാസ്ത്രീയമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സന്ധ്യാസമയം ആകുമ്പോഴേക്കും അത്രയും സമയം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതായ വിഷമാലിന്യങ്ങളൊക്കെയും അടങ്ങിയുന്നതായ ഒരു സമയമാണ്. ഈ സമയത്ത് വിഷമാലിന്യങ്ങൾ കൂടുതലായിട്ട്
മനുഷ്യ ജീവിതങ്ങളിലേക്ക്, മനുഷ്യ ശരീരങ്ങളിലേക്ക് സ്പ്രെഡാകുവാനായിട്ട്, വ്യാപിക്കുവാനായിട്ട് സാധ്യത കൂടുതലുള്ളതായ സമയമാണ്. ഇതിനേക്കാൾ ഉപരിയായി ഇതിന്റെ ആത്മീയ വശത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രകാശം മാറി അന്ധകാരം വരുന്നതായ ഒരു സമയമാണ്. ഇങ്ങനെ പ്രകാശം മാറി അന്ധകാരം വരുന്നതായ സമയത്താണ് ലോകത്തിന്റെ വെളിച്ചമായ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ഈ ദൈവികമായ പ്രകാശത്തെ നമ്മുടെ ഭവനങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും കൊണ്ടുവരുവാനായിട്ട് സാധ്യമായി തീരേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ സന്ധ്യാസമയത്തും പ്രഭാത സമയത്തുമുള്ളതായ പ്രാർത്ഥനകൾ കൃത്യമായി നടത്തുവാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പ്രഭാത സമയത്താണെങ്കിൽ അന്ധകാരം മാറി പ്രകാശം വരുന്നതായ ഒരു സാഹചര്യം. പക്ഷേ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരം നടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. അന്ധകാരം മാറി പ്രകാശം വരുമ്പോഴും, പ്രകാശം മാറി അന്ധകാരം വരുമ്പോഴും ദൈവത്തെ ചേർത്ത് പിടിക്കുന്നതായ സാഹചര്യത്തിൽ നിശ്ചയമായും ദൈവിക അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകും. വരും തലമുറകളിലേക്ക് അത് പകർത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയമില്ല. ഞാൻ തിയോളജിയുടെ മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നതായ സമയത്ത് കോട്ടയത്തെ പഴയ സെമിനാരിയിലായിരുന്നു പഠിക്കുന്നതായ സമയത്ത് എന്നോടൊപ്പം മർത്തോമാ സഭയിലെ ഒരു വൈദികരൊക്കെയും പഠിക്കാനുണ്ടായിരുന്നു. അതിൽ മർത്തോമാ സഭയിലെ ഒരു വൈദികൻ, അദ്ദേഹം റിലിജിയനിൽ മത സാഹിത്യത്തിലായിരുന്നു പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതായ ഒരു സംഗതി വളരെയധികം എന്നെ ആകർഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർത്തഡോക്സുകാരുടെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ചും പ്രഭാത സമയത്തും സന്ധ്യാസമയത്തുമുള്ളതായ ചിട്ടയായ പ്രാർത്ഥന, ഈ പ്രാർത്ഥന കൂടുതൽ ആത്മീയമായ വെളിച്ചം നൽകുന്നതായ ഒന്നാണ്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തതായ സംഗതി, പ്രാർത്ഥിക്കുന്നത് ഒന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം. അതായത് 7:30 നാഴിക വെളുപ്പിന്, എനിക്ക് ഈ നാഴിക കണക്കൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, 7:30 നാഴിക വെളുപ്പിനെ പ്രാർത്ഥിക്കണം. അതുപോലെ സന്ധ്യാസമയത്ത്, ഈ 2 സമയത്താണ് പ്രാർത്ഥിക്കേണ്ടതായ പ്രത്യേകമായ സമയങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ മാറ്റപ്പെടുമ്പോൾ, നമ്മുടെ ശുദ്ധീകരണങ്ങൾ ഈ വേർതിരിക്കപ്പെടലുകളിലൂടെയും ഈ സമർപ്പണത്തിലൂടെയും മാറ്റപ്പെടുമ്പോൾ നിശ്ചയമായും അന്ധകാരം മാറി പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് പുതിയ മനുഷ്യനെ സ്വീകരിക്കുന്നതായ ഒരവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ട് സാധ്യമായി തീരും. മാമോദീസ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതായ വസ്ത്രം, അതിൻ്റെ നിറം എന്താണ്? വെള്ള നിറമായിരിക്കും. പഴയ കാലങ്ങളിൽ അമ്മച്ചിമാര് വെളുത്ത നിറമുള്ളതായ നേരിയതുകളിലായിരിക്കും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത്. അതൊരു പ്രതീകാത്മകമായ സംഗതിയാണ്. കാരണം വിശുദ്ധിയുടെ വസ്ത്രത്തിലേക്ക് സഭയാൽ ജനിക്കപ്പെട്ടിരിക്കുന്നതായ, സഭയാൽ പുതുതാക്കപ്പെട്ടിരിക്കുന്നതായ ഈ പുതിയ മനുഷ്യനെ സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സഭയാകുന്നതായ ഈ മാതാവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ, അതിനു മുമ്പ് മാമോദീസയ്ക്ക് മുമ്പ് പുരോഹിതന്മാർ ചില ഉപദേശങ്ങളൊക്കെയും നൽകും. ഈ കുഞ്ഞിനെ ദൈവികരായി വളർത്തണം, സഭയുടെ അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി നടത്തണം. ഈ അവസ്ഥയിലേക്ക്, ഈ രീതിയിലൂടെ കൊണ്ടുപോകാനുള്ളതായ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ശിരസ വഹിക്കുന്നു എന്നുള്ളതായ ഒരു പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ ഇതിനെ സ്വീകരിക്കുന്നത്. പ്രകാശത്തിൻ്റെതായ വസ്ത്രങ്ങൾ അണിയിച്ചുകൊണ്ട് ക്രിസ്തു എന്നതായ പ്രകാശത്തിലൂടെ ഈ കുഞ്ഞിനെ വളർത്തിയെടുത്തുകൊണ്ട് ഈ ലോകത്തിന് നല്ല സാക്ഷിയായി തീർക്കാമെന്നുള്ളതായ ഒരു പ്രതിജ്ഞ ദൈവമുമ്പാകെ നാം എടുക്കുകയാണ് ചെയ്യുന്നത്. ആത്മീയ ജീവിതത്തിന്റെ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഉത്തരവാദിത്തപ്പെട്ടതായ ഒരവസ്ഥയായിട്ട് ഉത്തരവാദിത്തപ്പെട്ടതായ ആളുകൾ തന്നെ ഇതിനെ സ്വീകരിക്കുന്നു. കുഞ്ഞിന്റെ മാതാപിതാക്കന്മാരിൽ കയ്യിലേക്കല്ല ഈ കുഞ്ഞിനെ നൽകുന്നത്, പിന്നെയോ കുഞ്ഞിനെ വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞതായ തലതൊട്ട മാതാവിൻ്റെയോ പിതാവിൻ്റെയോ കൈകളിലേക്കാണ് ഈ കുഞ്ഞിനെ നൽകുന്നത്. എന്തുകൊണ്ട്? ഈ കുഞ്ഞിനെ ദൈവികമായി വളർത്തുവാൻ, ആത്മീയ തേജസ്സിൽ വളർത്തുവാനുള്ളതായ ഉത്തരവാദിത്വം സഭയായി ഏൽപ്പിക്കപ്പെടുന്നതായ വ്യക്തി. പ്രിയമുള്ളവരെ, കാലം ചെയ്തതായ പരിശുദ്ധ മാത്യൂസ് തൃതീയൻ ബാവ തിരുമനസ്, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠ ഗുരുവായ പരിശുദ്ധ ഗീവർഗീസ് തൃതീയൻ ബാവയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വാക്കുകളെ കുറിച്ച് പറയുന്നതായ ഒരു കാര്യമുണ്ട്. ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഗീവർഗീസ് തൃതീയൻ ബാവ പറഞ്ഞതായ ഒരു വാക്കുകൾ, ആത്മീയ ജീവിതം എന്ന് പറഞ്ഞത് നേരിയതിൽ പൊതിഞ്ഞതായ തീക്കട്ടയാണ്. നേരിയതിൽ പൊതിഞ്ഞതായ തീക്കട്ടയാണ് ആത്മീയ ജീവിതം. ഈ തീക്കട്ടയ്ക്ക് ഈ നേരിയതിന്
യാതൊരുവിധമായ നാശവും സംഭവിക്കുകയില്ല. പ്രിയമുള്ളവരെ, നേരിയതിൻ്റെ പൊതിയുന്നതായ തീക്കട്ട അല്ലെങ്കിൽ നേരിയതിന് സംഭവിക്കാവുന്നതായ അവസ്ഥകളെ കുറിച്ച് നമുക്കറിയാം. ചെറിയതായ ഒരു തീപ്പൊരി വീണു കഴിഞ്ഞാലും കേടുപാടുകൾ സംഭവിക്കാവുന്നതായ വസ്ത്രം, അത് മനുഷ്യന്റെ ആത്മീയ ജീവിതമാണെങ്കിൽ ഈ ആത്മീയ ജീവിതം നശിക്കാതിരിക്കുവാൻ ദൈവീക തേജസ്സാകുന്നതായ തീക്കട്ടയ്ക്ക് സാധ്യമായി തീരണമെങ്കിൽ അത്രമാത്രം ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം സാധ്യമായി തീരണം. അതിന് നമ്മളെ നയിക്കുന്നതായ കാര്യമാണ് നമ്മുടെ ജീവിതങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നതായ ഒരവസ്ഥയിലേക്ക് വളരുവാൻ നമുക്ക് സാധ്യമായി തീരണം. വിശുദ്ധ കുംഭസാരത്തിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ഓരോ കുംഭസാരത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, നമ്മൾ വസ്ത്രം മാറുന്നത് പോലെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞിട്ട് വീണ്ടും അഴുക്കിൻ്റെതായ അവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ കുംഭസാരത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ ഒരു കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞിരിക്കുന്നതായ പാപങ്ങൾ അത് വീണ്ടും ആവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ളതായ സ്ഥിതി വളർത്തിയെടുക്കുക എന്നുള്ളതല്ല. പിന്നെയോ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് വളരുവാൻ, കൂടുതൽ കൂടുതൽ ദൈവിക തേജസ്സിലേക്ക് വളരുവാൻ, അതിലൂടെ ആത്മീയമായ സ്രോതസ്സിന്റെ അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ തക്കവണ്ണമുള്ളതായ സാഹചര്യങ്ങളെ ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് കൂടുതൽ ദൈവിക അനുഭവത്തിലേക്ക്, ദൈവിക സമൂഹത്തിലേക്ക് ആയിത്തീരുക എന്നുള്ളതാണ് ഇതിലൂടെ നൽകുന്നതായ സന്ദേശം. ദൈവിക അനുഭവത്തിൽ ദൈവിക സാഹചര്യങ്ങൾ ജീവിതങ്ങളെ സമർപ്പിക്കുക എന്നുള്ളതായ ഒരു ഉത്തരവാദിത്വവും ഈ വിശുദ്ധമായ അനുഭവത്തിന് ഉണ്ട് എന്നുള്ളതായ കാര്യത്തിൽ നാം ഒരിക്കലും എപ്പോഴും നാം ചിന്തിക്കേണ്ടതായ അവസ്ഥയാണ്. വിശുദ്ധിയുടെ അനുഭവത്തിൽ, ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലൂടെ നാം നിൽക്കുമ്പോൾ, വേർതിരിക്കപ്പെട്ട് സമർപ്പിക്കപ്പെടുന്നതായ സാഹചര്യത്തിൽ നാം നിൽക്കുമ്പോൾ, ദൈവിക ഭവനത്തിൽ ആയിരിക്കുന്നതായ സാഹചര്യത്തിലേക്ക് നാം ഒക്കെയും ആയിത്തീരുവാൻ തക്കവണ്ണം സാധ്യമായി തീരണം. ദാവീദ് തന്നെ സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ആയിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ആയിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. നമുക്കും പറയുവാനായിട്ട് സാധിക്കണം, എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ആയിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ദൈവത്തിന്റെ ആലയത്തിൽ ആയിരിക്കുന്നത് ഏറെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് സർവ്വസമയവും പള്ളിയിൽ വന്നിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതങ്ങൾ തന്നെ ദൈവാലയമാക്കണം. പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടം ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് നാളെ ആരും പള്ളിയിൽ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ ദേവാലയമാകുമ്പോൾ നാം നിൽക്കുന്ന ഇടം വിശുദ്ധമാണ്. നാം നിൽക്കുന്ന ഇടം വിശുദ്ധമായ സംഗതിയായിരിക്കണം. ഈ വിശുദ്ധമായ അനുഭവത്തിലൂടെ, ദേവാലയത്തിന്റെ അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോഴാണ് പൂർണ്ണമായി വേർതിരിക്കപ്പെട്ട സമർപ്പിക്കപ്പെടുന്നതായ സാഹചര്യത്തിലൂടെ ആയിത്തീരുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. എന്താണ് നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന്റെ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് നാം പോകുവാനിടയാകുന്നത്? നമ്മളൊക്കെയും ഭവനത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ മാനസികമായ സ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഇടമാണ് ദേവാലയം. കാരണം നമ്മൾ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ദേവാലയത്തിന്റെ ഭിത്തികളിൽ പലയിടത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ സംസാരം ദൈവത്തോട് മാത്രം. ഇവിടെ മറ്റു യാതൊരു വിധമായ സംസാരങ്ങൾക്കും ഇടമില്ല. ദൈവികമായ പ്രാർത്ഥനകളും ദൈവികമായ സ്തോത്രങ്ങളും മാത്രം ഉയരുന്നതായ ഇടമാണിത്. അതുകൊണ്ട് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉത്ഭവിക്കുന്നതായ സ്ഥലമാണ് ദേവാലയം. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളും ഈ പോസിറ്റീവ് എനർജി എപ്പോഴും ഉത്ഭവിക്കുന്നതായ സ്ഥലങ്ങളായി മാറണം. അങ്ങനെയുള്ളതായ സാഹചര്യത്തിലാണ് നമുക്ക് കൂടുതലായി ദൈവിക ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെയൊക്കെയും ശുദ്ധീകരിച്ചുകൊണ്ട് ഈ ഒരു അനുഭവത്തിലൂടെ നിലനിൽക്കുമ്പോൾ അനേകരെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ പലയിടങ്ങളിലും ചെന്ന് പല ആളുകളോടും പറയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ചില ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വളരെ വിശ്വാസമാണ്. അവർ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് വളരെ വിശ്വാസം നമുക്കുണ്ട്. ചില ആളുകളെ സമീപിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് നാം അറിയാതെ തന്നെ ഒരു കുളിർമ അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ട്? ആ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു പോസിറ്റീവ് എനർജി ഉൽപ്പാദിതമാക്കിയെടുക്കുവാൻ, ഈ നല്ല ഒരു ഊർജങ്ങൾ ഉൽപ്പാദിതമാക്കിയെടുക്കുവാൻ തക്കവണ്ണം ഉള്ളതായ ഒരവസ്ഥ നമുക്കെയും രൂപപ്പെടുത്തിയെടുക്കണം. ദൈവത്തിന് വേണ്ടി വിശദീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ
ദൈവിക ആലയത്തിൽ എപ്പോഴും ആയിരിക്കുന്നതായ ഒരവസ്ഥയിലേക്ക് ഉയരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുന്നതായ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഫുൾട്ടൻ ജെ ഷീൻ എന്നുള്ളതായ ബിഷപ്പ്, അദ്ദേഹം എല്ലാ ദിവസവും 1 മണിക്കൂർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ പ്രാർത്ഥിക്കുന്നതായ സാഹചര്യത്തിലായിരുന്നു പലപ്പോഴും ദൈവിക വചനങ്ങൾ അദ്ദേഹം കുറിക്കുകയും ദൈവിക പ്രസംഗങ്ങളൊക്കെയും എഴുതുകയും ചെയ്തിരുന്നതായ സാഹചര്യങ്ങൾ. എന്നാൽ ഒരിക്കൽ അദ്ദേഹം യാത്ര ചെയ്ത് വളരെ ക്ഷീണിതനായിട്ട് തൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അനേകം മണിക്കൂറുകൾ അദ്ദേഹം ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉണർന്നപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, ദൈവമേ, ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ, ദൈവസന്നിധിയിലുള്ളതായ എൻ്റെ മണിക്കൂർ ധ്യാനം ഞാൻ മുഴുമിപ്പിച്ചില്ലല്ലോ. ഉടനെ ആന്തരികമായ ഒരു ഉൾവിളി അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, ദൈവസന്നിധിയിലുള്ളതായ എൻ്റെ ഇരിപ്പ് അത് ഈ പ്രാർത്ഥനയുടെ അനുഭവമായിട്ട് മാറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഏതവസ്ഥയിലായിരുന്നാലും ദൈവ സാമീപ്യത്തിൽ നിന്നും മാറാതെ ജീവിക്കുന്നതായ സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതെ, ജീവിത സാഹചര്യങ്ങൾ നമ്മൾ മറക്കാതെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതായ അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെട്ടു കഴിയുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ ആലയത്തിലുള്ളതായ അനുഭവമായിട്ട് ഈ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ടുള്ളതായ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയുടെ അനുഭവങ്ങളായി മാറ്റപ്പെടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറപടിയായി നിവർത്തിക്കുവാൻ തൊക്കെ നമുക്ക് സാധ്യമായി തീരണം. അത് പുരോഹിതരാകട്ടെ, സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, കുടുംബജീവിതം നയിക്കുന്നവരാകട്ടെ, കുടുംബ പ്രാരാബ്ദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കട്ടെ, ഏതവസ്ഥയിലായിരുന്നു കൊള്ളാലും നമ്മളെ ദൈവമായി ഏൽപ്പിച്ചിരിക്കുന്നതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ ചില കർത്തവ്യങ്ങളുണ്ട്. ഈ കർത്തവ്യങ്ങളെ അതിനടുവിട വ്യത്യാസം വരുത്താതെ പാലിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുമ്പോഴാണ് പ്രാർത്ഥനയുടെ വിശുദ്ധിയുടെ അനുഭവത്തിൽ, ദേവാലയം എന്നുള്ളതായ ആ ഒരു അനുഭവത്തിൽ നിലനിൽക്കുവാൻ തക്കോണം എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരുന്നത്. ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ, നീ നിന്റെ വസ്തുക്കൾ നൽകുമ്പോൾ അല്പം മാത്രം നൽകുന്നു, എന്നാൽ നീ നിന്നെ തന്നെ നൽകുമ്പോൾ സമ്പൂർണമായി നൽകുന്നു. നീ നിന്റെ വസ്തുക്കൾ നൽകുമ്പോൾ നീ അല്പമായി നൽകുന്നു, നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ സമ്പൂർണമായി നൽകുന്നു. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവിക ആലയങ്ങളായി രൂപാന്തരപ്പെട്ടു വരുവാൻ തക്കോണം എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവിക സന്നിധിയിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോൾ നമ്മുടെ ചെവികളിൽ മുഴങ്ങി കേൾക്കുന്നതായ വാക്യങ്ങളുണ്ട്. നമ്മുടെ ചെവികളിൽ മുഴങ്ങി കേൾക്കേണ്ടതായ വാക്കുകൾ യെശയ്യാ പ്രവാചകന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടു കഴിഞ്ഞു. എന്താണ്? ദൈവിക സന്നിധിയിൽ നീ നിൽക്കുമ്പോൾ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, മകനെ മകളെ, ഇതാകുന്നു നിന്റെ വഴി എന്ന് കേട്ടുകൊണ്ട് നിന്റെ പിന്നിൽ നിന്ന് ഒരു ശബ്ദത്തെ നീ കേൾക്കും. നിന്റെ പിന്നിൽ നിന്ന് നിനക്കൊരു ശബ്ദത്തെ കേൾക്കുവാനായിട്ട് സാധ്യമായി തീരും. പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ഇങ്ങനെ ഈ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ നാം സമർപ്പിക്കുമ്പോൾ അതിന് 3 കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടത്. നാം തിരഞ്ഞെടുക്കേണ്ടതായ വഴി, നാം സ്വീകരിക്കേണ്ടതായ വഴികൾ, ആ വഴികളിലൂടെ ദൈവ ആഭിമുഖ്യമുള്ളതായ വഴികളിലൂടെ മുന്നേറുവാൻ നമുക്ക് സാധ്യമായി തീരണം. അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ ഈ ഒരു വിശദീകരണം, ഈ ഒരു ദൈവിക ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധ്യമായി തീരും. രണ്ടാമതായിട്ട് നമ്മൾ കേട്ടു കഴിഞ്ഞു, നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിതഗതികൾ മാറ്റിയെടുക്കുക. ജീവിതഗതികളെ മാറ്റിയെടുത്തുകൊണ്ട് ദൈവമുമ്പാകെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഈ ശബ്ദം ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു, നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവിക സന്നിധിയിലേക്ക് പൂർണ്ണമായ വിശുദ്ധിയുടെ അനുഭവം, വേർതിരിക്കലിന്റെ അനുഭവം, സമർപ്പണത്തിന്റെ അനുഭവം, ഈ അനുഭവത്തിലൂടെ ദൈവിക സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിശ്ചയമായും ദൈവിക ശബ്ദങ്ങൾ കേൾക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്നതായ പ്രക്രിയയാണ് നമ്മൾ ഡയാലിസിസ് നടത്തുന്നത് നമുക്കറിയാം. നമ്മുടെ വൃക്കകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഡയാലിസിസ് നടത്താറുണ്ട്, രക്തത്തെ ശുദ്ധീകരിക്കുന്നത്. ഈ രക്തശുദ്ധീകരണ പ്രക്രിയ ഇന്ന് ദൈവം തമ്പുരാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നടത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധമായതിനെ മാറ്റി വിശുദ്ധമായതിനെ നൽകുവാൻ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവ ആഭിമുഖ്യമുള്ളതായ വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ദൈവ ആഭിമുഖ്യമുള്ളതായ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം
നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, ജീവിതഗതികളെ നമുക്ക് മാറ്റിയെടുക്കാം. ദൈവിക സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കോണം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ നമുക്ക് ശുദ്ധീകരിക്കാം. ആ ഒരു അനുഭവത്തിലൂടെ പൂർണ്ണമായ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക്, ദൈവിക സന്നിധിയിൽ അശുദ്ധികളെ ഒക്കെയും മാറ്റി വിശുദ്ധിയുടെ അനുഭവത്തിൽ, ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ രൂപ നമുക്ക് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ഒരിക്കൽ കൂടി നമുക്ക് അഭയം പ്രാപിച്ചുകൊണ്ട്, ഈ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ ഇരുന്നുകൊണ്ട് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ തക്കോണം നമുക്ക് ഏവർക്കും സാധ്യമായി തീരുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് സാധ്യമാക്കി തീർക്കട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.